الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك. أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. مصطفى صلی علی سے جب دیے روشن ہوئے آئینہ خانے کے سارے آئینے روشن ہوئے. اسوے سرکار سے جب روشنی مانگی گئی تب کتاب زندگی کے حاشیے روشن ہوئے. الصلاة والسلام علیک یا رسول اللہ. സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധരായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ പവിത്രമായ ജീവിത വിശേഷങ്ങളെയും അനുഗ്രഹീതമായ മുന്നേറ്റങ്ങളെയും ചരിത്രത്തിന്റെ കൃത്യമായ വഴിയിലൂടെ ഒരു തുടർച്ചയായ വായനയ്ക്ക് വിധേയമാക്കുകയാണ്. ലോകത്തുള്ള എല്ലാ രചയിതാക്കളെയും പോലെ വായനക്കാരെയും പോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരധ്യായം പോലും സമ്പൂർണമായി അറിയാനോ അവതരിപ്പിക്കാനോ നമുക്ക് കഴിയുന്നില്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള വിചാരത്തിലും അന്വേഷണത്തിലുമായി അല്പസമയം ഇവിടെ ചെലവഴിക്കാനുള്ള നിയോഗം അതൊരു ഭാഗ്യമായി നാം കാണുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്ന പ്രാഥമിക സമയങ്ങളെയാണ് ഇന്നലെ നാം തൊട്ടുണർത്തിയത്. വിശുദ്ധമായ മദീനയ്ക്ക് 65ഓളം പേരുകൾ ഇമാം യൂസുഫ് സാലിഹി അശ്ശാമി അവിടുത്തെ സുബുലുൽ ഹുദാ വർ-റഷാദിൽ എണ്ണിപ്പറയുകയും നൂറുകണക്കിന് നാമങ്ങൾ വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളുടെയും നിവേദനങ്ങളുടെയും അടിസ്ഥാനത്തിൽ വായിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അർളുല്ലാഹ്, അർളുൽ ഹിജ്റ, അക്കാലത്തുൽ ഖുറാ, അൽ ഈമാൻ, അൽ ബാറ, അൽ ബറ, ത്വയ്ബ, ത്വാബ തുടങ്ങി
മഹനീയമായ മദീനയുടെ ഗുണങ്ങളെയും പരിശുദ്ധമായ ഖുർആൻ പരാമർശിച്ച പ്രയോഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധമായ മദീനയുടെ നാമങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് ദാറുൽ മുഖ്താർ, ദാറുൽ അബ്റാർ, ദാറുൽ ഈമാൻ, ദാറുസ് സലാമ, ദാറുൽ ഫത്ഹ് തുടങ്ങിയുള്ള മഹിതമായ നാമങ്ങളെയും നാം ഇവിടെ മഹാന്മാർ ഉദ്ധരിച്ചതായി കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പേര് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. മോശമായ അർത്ഥം നൽകുന്ന യസ്രിബ് എന്ന പ്രയോഗം വിശുദ്ധമായ മദീനയെ സംബന്ധിച്ച് പറഞ്ഞുകൂടാ. കാരണം മദീനയുടെ മണ്ണും മനസ്സും വിണ്ണും എല്ലാം പവിത്രതയുടെയും മഹാത്മ്യത്തിന്റെയും മാത്രം പര്യായങ്ങളായതുകൊണ്ട് വിശുദ്ധമായ മദീനയോട് ഭംഗിയുള്ളതല്ലാത്തതൊന്നും പ്രയോഗിച്ചുകൂടാ. മദീന എന്നൊരു അധ്യായം മാത്രം ദിവസങ്ങളോളം പറയാനുള്ളതാണ്. മടങ്ങാം മദീനയിലേക്ക്. മദീന വിശ്വാസിയുടെ സങ്കേതം എന്നീ 2 പ്രഭാഷണങ്ങളായി 4 സീഡികൾ ഈ വിഷയത്തിൽ നേരത്തെ സംസാരിച്ചത് ഇറങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ അത് നഗരിയിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ തൽക്കാലം കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ നാടിന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നതിന് മുമ്പുള്ള പേര് യസ്രിബ്. മൻ സമ്മൽ മദീനത ബിയസ്രിബ്, ആരെങ്കിലും മദീനയ്ക്ക് യസ്രിബ് എന്ന് പ്രയോഗിച്ചാൽ ഫല്യസ്തഗ്ഫിരില്ലാഹ്, അവൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടട്ടെ. ഹിയ ത്വാബ, ഹിയ ത്വാബ, ഹിയ ത്വാബ. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ എന്റെ പരിശുദ്ധമായ മദീനയ്ക്ക് യസ്രിബ് എന്ന പഴയ പേരിട്ട് വിളിച്ചാൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ. ഈ വീട് മനോഹാരിതയുടെ പവിത്രതയുടെ പുണ്യഭൂമിയാണിത്. ആ പേര് മാത്രമേ പ്രയോഗിക്കാൻ പാടുള്ളൂ. മൻ സമ്മൽ മദീനത ബിയസ്രിബ്, ആരെങ്കിലും യസ്രിബ് എന്ന് എന്റെ മദീനയ്ക്ക് വിളിച്ചാൽ കുത്തിബത്ത് അലൈഹി ഖതീഅ, അത് അവനൊരു പാപമാണ്, ഒരു കുറ്റമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ ദആഹാ യസ്രിബൻ യസ്തഗ്ഫിർ ഫഖൗലുഹു ഖാതിഅത്തുൻ ലിതുൻളർ, ആരെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ നഗരിയെ പഴയകാല പേരുകൊണ്ട് അഭംഗിയായി പ്രയോഗിച്ചാൽ അനാദരവും അപാകതയുമാണ്. കാരണം ലോകത്തിന്റെ മുഴുവനും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടിന് ഭംഗിയില്ലാത്ത പേര് പറഞ്ഞാൽ അവൻ കുറ്റവാളിയാണെങ്കിൽ ആ ഹബീബിന്റെ പേരിനെ വക്രീകരിക്കുന്നവർ, ആ ഹബീബിന്റെ മാസത്തെ ആദരിക്കാത്തവർ, ആ ഹബീബിന്റെ വിശുദ്ധ കേശത്തെ അറിയാത്തവർ, ആ ഹബീബിന്റെ വിശുദ്ധ മേനിയുടെ പവിത്രം അറിയാത്തവർ, അവരുടെ കുറ്റം എത്ര വലുതായിരിക്കുമെന്ന് ആലോചിക്കുവാനാണ് മദീനായുടെ മണൽപ്പരപ്പിൽ ഇരുന്ന മാലോകരുടെ മനതലത്തിലേക്ക് മാറ്റത്തിന്റെ മണിമന്ത്രമുയർത്തി മനോഹരമായ മലർവാടി ഒരുക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ട ആശിഖീങ്ങളെ, ഇത് ഹബീബിനോട് ഹൃദയം ചേർത്തു വെക്കാനുള്ള നഗരിയാണ്. കേവലം ഒരു വലിയ വൈജ്ഞാനിക ഭണ്ഡാരം തുറന്നു വെക്കാനുള്ള വേദിയല്ല. മദീനായുടെ വഴിയിലേക്ക് തുടർച്ചയായി സ്നേഹപ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചു ചെല്ലുമ്പോ അവസാന ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ലയിക്കാനുള്ളതാണ്. കാരണം നമ്മുടെ ജീവിതം എന്താണ്? ദിൽ മേ യാദേ ഖുദാ ലബ് പേ നഅതേ നബി സിർഫ് ഐസേ മുझे शायरी चाहिए. दिल में यादे खुदा
ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം. നബി, അധരങ്ങളിൽ ഹബീബിന്റെ ആദരവിനെ കുറിച്ചുള്ള വർത്തമാനം. സിർഫ് ഐസി മുझे ശായിരി ചാഹിയേ. എന്റെ ഈ ആലാപനവും എന്റെ ഈ സദസ്സും എന്റെ ഈ സംഗമവും എന്റെ ഈ യോജിപ്പും എന്റെ ഈ വിയോജിപ്പും എന്റെ ഈ പ്രപഞ്ചമാകമാനമുള്ള എന്റെ വിസ്താരങ്ങളും എന്റെ ഇടപാടുകളും മദീനയിലെ രാജാവിന്റെ പവിത്രതകൾ പറയുവാനുള്ള നിയോഗത്തെ ഉപയോഗപ്പെടുത്താനുള്ള കണിശമായ ഒരിടപാടാണ്. അതുകൊണ്ട് നബി, അധരങ്ങളിൽ ഹബീബ് വരട്ടെ. ഇസ്സെ ജ്യാദാ കി മുझको ज़रूरत नहीं, लब पे दिन रात में नात नबी चाहिए. എനിക്ക് വേറെയൊന്നും ആവശ്യമില്ല. കൊച്ചു വെളുപ്പാൻ കാലത്ത് എഴുന്നേറ്റിട്ട് നിസ്കാരം നടത്തുന്ന, പ്രാർത്ഥന നടത്തുന്ന, ആത്മീയ വിചാരമുള്ള ആരാധകന്റെ അധരങ്ങളിലൂടെ ആത്മാവിനെ സ്പർശിച്ചുകൊണ്ട് വിളിക്കേണ്ടതാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബി. നേതാവിനുള്ള അഭിവാദ്യമാണ്. 5 നേരവും ഒരു വിശ്വാസി മദീനയിലെ നേതാവിന് സല്യൂട്ട് അടിക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറയണം. ഉച്ചയാകുമ്പോഴും പറയണം, സായാഹ്നത്തിലും സന്ധ്യയിലും നിശയിലും വെളുപ്പാൻ കാലത്തും ഹബീബിനോട് സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിശ്വാസി കടന്നു പോകേണ്ടത്. മുഖ്തസർ ദിക്റെ ഖൈറുൽ ബശർ റഹ്മത്തെ ഹഖ് സെ റോഷൻ ഹോ ഖൽബോ ജിഗർ. എന്റെ ഹൃദയവും എന്റെ വിചാരവും എന്റെ ആത്മാവും എന്റെ ആധ്യാത്മികതയും ഒരാത്മസത്താനിഷ്ഠമായ പ്രവാചക ചരിത്രത്തിന്റെ സംക്ഷേപത്തെ ആവഹിക്കുകയാണ്. അതിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് ആ ഹബീബിനോട് അവൻ സുബൈലാദാതിഹി മശിത മിൻ ഇളമി വൻസുബൈലാ ഖദിരിഹി മശിത മിൻ കറമീ. മദീനയിലെ രാജാവിന്റെ മേനിയോട്, ചരിത്രത്തോട്, അവദാനത്തോട്, പ്രകീർത്തനത്തോട്, നാടിനോട്, വീടിനോട്, വിണ്ണിനോട്, വെള്ളത്തോട്, മണ്ണിനോട്, എല്ലാത്തിനോടും പവിത്രതയുള്ളതേ ചേർത്ത് വെക്കാൻ പാടുള്ളൂ. കാരണം ഹബീബിനെ നിങ്ങൾക്കറിയില്ല. അഖില്ലായ മയ്യുസി മദിഹ മുഹമ്മദി വഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖറഊ. പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ വിശുദ്ധ വേദത്തിന്റെ വചസ്സുകളാണ് ഹബീബിന്റെ പവിത്രമായ ചരിത്രത്തെ ഏറ്റെടുക്കുന്നതെങ്കിൽ അത്രയും നിർമ്മലമായ ഹബീബിന്റെ ചരിത്രത്തെ പറയാൻ ആദരവില്ലാത്ത നാവുകൾക്ക് അർഹതയില്ല, ആദരയില്ലാത്ത അധരങ്ങൾക്ക് അവകാശമില്ല, ആദരവില്ലാത്ത പേന കൊണ്ട് എഴുതാൻ പറ്റൂല, ആദരവില്ലാത്ത പ്രതലത്തിൽ അടയാളപ്പെടുത്താൻ പറ്റൂല. അതുകൊണ്ട് ആ പുണ്യമേനി മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പവിത്രതയില്ലാത്തതൊന്നും ചേർത്തു വെക്കാൻ പാടില്ല. കാരണം ഹബീബിന്റെ മദീനെ അവിടുന്ന് ഇഷ്ടമില്ലാത്ത വാചകം കൊണ്ട് വിളിച്ചുകൂടാ. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ളൈഫൈ മാ ജഅൽത ബിമക്ക മിനൽ ബറക. അല്ലാഹുവേ, നീ മക്കയിൽ നൽകിയതിന്റെ ഇരട്ടി അനുഗ്രഹം നീ മദീനയിൽ നൽകണമേ. വഅൻ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ,
ഇന്ന ഇബ്രാഹീമ ഹറമ മക്ക وإني حرمت المدينة ودعوت لها في مدها وساعها مثل ما دعا إبراهيم لمكة ഈ മക്കയുണ്ടല്ലോ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധമായ മക്കയെ ഹറമായി പ്രഖ്യാപിച്ചതുപോലെ ഹറംതുൽ മദീന, ഞാൻ മദീനയെ ഹറമായി പ്രഖ്യാപിക്കുന്നു. اللهم إن إبراهيم عبدك وخليلك ونبيك وإنه دعاك لمكة وإني أدعوك للمدينة بمثل ما دعاك لمكة. അല്ലാഹുവേ, നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, മദീനയിലെ ഓരോന്നിനും നീ അനുഗ്രഹം ചൊരിയണമേ. നിന്റെ ഖലീലായ, നിന്റെ ഇഷ്ടപാത്രമായ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയ്ക്കു വേണ്ടി എന്തൊക്കെ ലഭിക്കാൻ നിന്നോട് ആവശ്യപ്പെട്ടുവോ അത് മുഴുവനും എന്റെ മദീനയ്ക്കു നൽകണമേ. സറാപാചമനെ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന. മദീനയുടെ ഓരോ മണൽപ്പരപ്പിലും അനുരാഗത്തിന്റെ സ്പർശമാണ്, സ്നേഹത്തിന്റെ ചുംബനങ്ങളാണ്, അനുതാപത്തിന്റെ ആലിംഗനങ്ങളാണ്. ഹബീബിനോട് ലയിച്ചു ചേർന്ന് കിടക്കുന്ന മണ്ണിനും വിണ്ണിനുമുണ്ടോ പവിത്രതയില്ലാതിരിക്കുക? ആ മഹനീയമായ പവിത്രതകളുടെ സമീക്ഷകളെ ആഗമാനം അർശിനേക്കാൾ ഉന്നതമായി മാറിയ സ്ഥലമാണ്. ഇസ്ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ മകാനു മദ്ഫനിർ റസൂൽ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മണ്ണ്, അവിടുന്ന് കിടക്കുന്ന കൃത്യമായ സ്ഥലം, തത്വങ്ങൾ അനുസരിച്ച് നോക്കിയാൽ ഹബീബിനെ പിറവിയെടുക്കുന്ന മണ്ണ് അവിടെ നിന്നുള്ളതാണ്. ആ ഹബീബിന് ജന്മം നൽകിയ മണ്ണ് എടുക്കപ്പെട്ട ഇടം, ആ ഇടമാണ് ലോകത്തെ ഏറ്റവും പവിത്രമായ സ്ഥലം. ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങൾ ഈ വിഷയം വിശദീകരിക്കാൻ വിശാലമായ ഒരു റിസാല തന്നെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോഴെന്റെ വിഷയം മദീനയുടെ മണ്ണിന്റെ പവിത്രതയല്ല, അങ്ങനെ വരുമ്പോ അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഹബീബിന്റെ നാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് വിജയത്തിന്റെ ഗാഥകൾ രചിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഇവിടത്തെ രോഗങ്ങൾ നീ മാറ്റണമേ ജുഹ്ഫയിലേക്ക്. ആ ഹദീസ് വിശദമായി മടങ്ങാം മദീനയിലേക്ക് എന്ന സീഡിയിലുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. മദീനയിലെ രോഗം, മദീനയിലെ പനി, മദീനയിലെ ജ്വരം അത് ജുഹ്ഫയിലേക്ക് മാറ്റിക്കളഞ്ഞു. അതിന് സ്വപ്നങ്ങൾ ഇമാം ബുഖാരി പോലെയുള്ള ആളുകൾ, മഹാന്മാരായ ഇമാമുകൾ സ്വപ്നങ്ങളുടെ അധ്യായത്തിൽ മദീനയിൽ നിന്ന് ഇത്തരം അരുതായ്മകളും വേദനകളും എല്ലാം നീങ്ങിപ്പോകുന്നതിന്റെ ചിത്രീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. തൽക്കാലം ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, وعن أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم المدينة يأتيها الدجال. മദീനയിലേക്ക് ദജ്ജാൽ വരും. അപ്പോൾ മലക്കുകൾ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ്. മലക്കുകൾ കാവൽ നിൽക്കുന്നത് കൊണ്ട് മദീനയിലേക്ക് ദജ്ജാൽ കടന്നു വരില്ല. എന്നാൽ ഫയഖ്റുജു ഇലൈഹി യൗമഇദിൻ റജുലുൻ ഹുവ ഖൈറുൻ നാസി ഔ മിൻ ഖൈരിൻ നാസ്. മദീനയിലേക്ക് ദജ്ജാൽ കടന്നു വരുമ്പോൾ മാലാഖമാർ അഥവാ മലക്കുകളുടെ കാവൽ കൊണ്ട് ദജ്ജാൽ പുറത്താക്കപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ അങ്ങോട്ട് ചെല്ലും. അയാൾ ദജ്ജാലിന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, അഷ്ഹദു അന്നക ദജ്ജാൽ അല്ലദീ ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസഹു. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ദജ്ജാലാണ്. നിങ്ങൾ ദജ്ജാലാണ്, ശപിക്കപ്പെട്ടവനാണ്, പോടാ. ഫയഖൂലു ദജ്ജാൽ, അപ്പോൾ ദജ്ജാൽ പറയും, ഞാൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ്.
അപ്പോൾ പറയും, അതെ, എനിക്ക് സത്യമായി ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ദജ്ജാൽ വന്നിട്ട് ആളുകളെ മരിപ്പിക്കുമെന്നും ജീവിപ്പിക്കുമെന്നും അവകാശവാദം ഉന്നയിക്കുകയും പ്രത്യക്ഷത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമെന്ന് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്ഭുതമില്ല, നീ ദജ്ജാൽ തന്നെയാണ് അൽ-ലഈൻ. അപ്പോൾ മദീനയെ അല്ലാഹു തആല വിപത്തുകളിൽ നിന്ന് കാവൽ നൽകിയ നാടാണ്. ഇന്നും വിശ്വാസിക്ക് മടങ്ങാനുള്ള സ്ഥലം. അൽ ഈമാനു യഅരിദു ഇലൽ മദീന കമാ തഅരിദുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. വിശ്വാസിയുടെ മടക്കസ്ഥാനം മദീനയാണ്. പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാനുള്ളവൻ മടങ്ങുന്നത് മദീനയിലേക്കാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, കാക്കത്തുള്ള 1000 ഇസ്ലാമിക സംഘടനകളുണ്ട്. ഒരുപാട് ഇസ്ലാമിക സംഘടനകൾക്കും അലർജി ഹബീബാണ്, മദീനയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രതയാണ് അവർക്ക് പറ്റാത്തത്. പൊന്നു മുസ്തഫായുടെ അവദാനങ്ങളാണ് അവർക്ക് അരുതാത്തത്. എന്നാൽ ഒരു വിശ്വാസിയുടെ ആത്മാവിന്റെ തുടിപ്പും ഇടിപ്പും ചലനവും നിശ്ചലനവുമെല്ലാം ഇഴചേർന്നു കിടക്കേണ്ടത് മദീനയിലെ രാജാവിനോടാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ആ ഹബീബിന്റെ മദീന, എല്ലാ അരുതായ്മകളിൽ നിന്നും അല്ലാഹു കാവല് നൽകിയ മദീന. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മനിസ്തതാഅ മിൻകും അല്ലാ യമൂത ഇല്ലാ ബിൽ മദീന ഫൽയമുത് ബിഹാ. നിങ്ങൾക്ക് മദീനയിൽ മരിക്കാൻ കഴിയുമെങ്കിൽ അവിടെ മരിക്കണം. കാരണം എന്താണ്? മദീനയിൽ മരിച്ചാൽ ഞാൻ അവന് ശഫീഅൻ ലഹു യൗമൽ ഖിയാമ, ഞാൻ ശുപാർശകനാണ് ഖിയാമത്ത് നാളിൽ അവന് വേണ്ടി. അല്ലാഹുവേ, ഞങ്ങൾക്ക് മദീനയിൽ ഒരു ഖബർ നൽകണം റഹ്മാനേ. മദീനത്ത് ഒരാൾ മരണപ്പെട്ടാൽ ആ മദീനയിലെ ജന്നത്തുൽ ബഖീഇൽ ഒരാൾക്ക് മറമാടപ്പെടാൻ അവസരം ലഭിച്ചാൽ അല്ലാഹു ജല്ല ജലാലുഹു ശഫാഅത്ത് കൊണ്ട് അനുഗ്രഹിക്കും, ഹിസാബിൽ ഇളവ് ലഭിക്കും. ഒരുപാട് മഹത്വങ്ങൾ അതിന് പറയുന്നുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടുരുമ്മി കിടക്കുന്ന ഭൂമിയോട് തൊട്ടുരുമ്മി കിടക്കാനുള്ള നിയോഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സൗദി അറേബ്യയിലുള്ള ഒരുപാട് ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാര് മരിച്ചുപോയി. അവരാരെങ്കിലും മദീനത്ത് കിടക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ അവർക്കൊക്കെ കിടക്കാൻ എന്തുകൊണ്ടും പറ്റുമായിരുന്നു. അത്രയും ഗവൺമെന്റൽ സപ്പോർട്ട് ഉള്ളവരാണ്. ഞാൻ പേരുകൾ എടുത്ത് പറയേണ്ടതില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികരായ തലയെടുപ്പുള്ള അറബ് ലോകത്ത് അറിയപ്പെടുന്ന നിരവധി ആളുകൾ മരണപ്പെട്ട് ഇന്ന് മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ പോലും അല്ല, അതിന്റെ അപ്പുറത്തൊരു സ്ഥലത്ത് കിടക്കുന്നുണ്ട്. അവർക്ക് മദീനയുടെ പുണ്യം മനസ്സിലായില്ലെന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് നമുക്കങ്ങനെയല്ല. ഇമാമീങ്ങൾ മുഴുവനും എഴുതി, ഒരാൾക്ക് മദീനയിലെ ജന്നത്തുൽ ബഖീൽ ഖബർ കിട്ടിയാൽ ഈമാനുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അത് ശഫാഅത്തിനുള്ള ഔദാര്യത്തിനുള്ള കേന്ദ്രമാണ്. കാരണം ഹബീബിനോട് തൊട്ടുരുമ്മിക്കിടക്കുന്ന സ്ഥലമാണ്. ആ പുണ്യത മനസ്സിലാക്കിയിട്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ ജന്നത്തുൽ ബഖീൽ ഖബറടക്കാൻ എതിരാളികൾ സമ്മതിച്ചില്ല. ജന്നത്തുൽ ബഖീന്റെ പുറത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കിയത്. പക്ഷേ പിൽക്കാലത്ത് ജന്നത്തുൽ ബഖീഅ വികസിപ്പിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഏകദേശം ജന്നത്തുൽ ബഖീഇന്റെ നടുവിലായി മാറി. ആദ്യം ഖബറടക്കുന്ന സമയത്ത് ജന്നത്തുൽ ബഖീഅ അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഹബീബ് അറിയിച്ചിട്ടുണ്ട്, ഈ ഖബർസ്ഥാൻ എത്ര നീട്ടിയാലും അത് ജന്നത്തുൽ ബഖീഇന്റെ പുണ്യമുണ്ടെന്ന്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി അങ്ങ് യമനിന്റെ തലസ്ഥാനമായ സൻആ വരെ നീട്ടിയാലും അതിന്റെ പുണ്യമുണ്ടെന്ന് ഹദീസിലുണ്ട്. എന്നതുപോലെ ജന്നത്തുൽ ബഖീഇ എത്ര വികസിപ്പിച്ചാലും ശരി, അതിന്റെ ഉള്ളിൽ കിടക്കുന്നവർക്ക് ബഖീഇൽ കിടക്കുന്നതിന്റെ കൂലിയുണ്ട്. അത്രയും മഹാന്മാര് കിടക്കുന്ന സ്ഥലമാണ് ഹബീബിന്റെ പെൺമക്കൾ, അവിടുത്തെയുടെ ഭാര്യമാർ, അവിടുത്തെയുടെ വലിയുമ്മമാർ, അങ്ങനെ ഒരുപാട് മഹത്തുക്കൾ കിടന്നുറങ്ങുന്ന മഹനീയമായ ഖബർസ്ഥാനാണ് ജന്നത്തുൽ ബഖീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യസ്ബിറു അലാ ലഅവാഇൽ മദീനതി വശിദ്ദതിഹാ അഹദും മിൻ ഉമ്മതി ഇല്ലാ കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമ. ആരെങ്കിലും മദീനയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പനി ബാധിച്ചു, ഒരു രോഗം ബാധിച്ചു, എന്നിട്ട് അതിൽ ഒരാൾ ക്ഷമിച്ചാൽ, അലാ ലഅവാഇൽ മദീന, മദീനയിലെ ഏതെങ്കിലും ഒരു വിളീഖ്, ഒരു വിഷമം, ഒരു പ്രയാസം അതിൽ ഒരാൾ സഹിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇല്ലാ കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ അവർക്ക് ശുപാർശകനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ. മദീനയിലേക്ക് ചെല്ലുമ്പോ ഒന്ന് പനി പിടിക്കുന്നത് നമ്മളെ ശുദ്ധീകരിക്കാനാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖാഫ അഹ്ലൽ മദീനതി ദുൽമൻ അഖാഫഹു അല്ലാഹു അസ്സ വജല്ല അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു യൗമൽ ഖിയാമത്തി സർഫൻ വലാ അദ്ലാ. ഇമാം അഹ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആരെങ്കിലും മദീനക്കാരായ ആളുകളെ ഭയപ്പെടുത്തി, എന്നാൽ അള്ളാഹു അവർക്ക് ഭയപ്പാട് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ലോക ജനതയുടെ മുഴുവനും ശാപം മദീനക്കാരെ വിഷമിപ്പിക്കുന്നവർക്കുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു യൗമൽ ഖിയാമത്തി സർഫൻ വലാ അദ്ലാ, ഒരിടപാടുകളും അല്ലാഹു തആല അയാളിൽ നിന്ന് സ്വീകരിക്കുന്നതല്ല. ഇന്ന് ചില ആളുകൾ കണ്ടില്ലേ, മദീനത്തേക്ക് മാത്രം ലക്ഷ്യം വെച്ച് യാത്ര പോയിക്കൂടാ എന്ന് പറയുന്നവർ. ഹജ്ജിന് പോയാൽ മദീനത്ത് പോണോ, അത് ഹജ്ജിന്റെ ഭാഗമല്ലല്ലോ എന്ന് പറയുന്നവർ. എന്തൊരു വിചിത്രമായ ലോകമാണ്. ഈമാനിന്റെ തലസ്ഥാനത്തേക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് ഹജ്ജ് സംഘടിപ്പിക്കുന്നവർ, ഈമാനിന്റെ തലസ്ഥാന നഗരിയിൽ പോയി നിന്നിട്ട് പുണ്യമില്ലെന്ന് പറയുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കാൻ എന്ന ലക്ഷ്യത്തോടെ മാത്രം അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ. എന്നാൽ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുമ്മ മൻ അറാദനി വ അഹ്ല ബലദി ബിസൂഇൻ ഫഅജ്ജിൽ ബിഹലാകിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ അറാദനി, ആരെങ്കിലും എന്നെ കൊണ്ട് ലക്ഷ്യം വെച്ചാൽ, വഅഹ്ല ബലദി, എന്റെ നാട്ടുകാരെ കൊണ്ട് ഉന്നം വെച്ചാൽ, ബിസൂഇൻ, ഏതെങ്കിലും ഒരു അരുതായ്മ, എന്റെ ജന്മദിനത്തെ ആഘോഷിക്കുന്നവരെ വേദനിപ്പിക്കുക, എന്റെ തിരുചര്യകൾക്കെതിരെ സമരം ചെയ്യുക, എന്റെ മഹനീയമായ ഭാവങ്ങൾക്കെതിരെ തിരിയുക, മാത്രമല്ല എന്റെ നാട്ടുകാരാകുന്ന മദനീ നിവാസികളെ ഉൾക്കൊള്ളാതിരിക്കുക, ലോകമാകമാനമുള്ള വിശ്വാസികളുടെ ഹൃദയ ചലനങ്ങൾ മദീനയുടെ അന്തരീക്ഷത്തോട് ലയിച്ചു നിൽക്കുമ്പോ അത് വേണ്ടാന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദീനയുടെ മഹാത്മ്യത്തെ അറിയാത്ത ആളുകൾ ഇത് പറയുമ്പോൾ ഒരു വേദന പങ്കുവെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ ചെന്ന് ഹബീബിനോട് ആത്മസല്ലാപം നടത്തിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ ആയിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരു വിശ്വാസിയെ കുറിച്ച് ആദ്യത്തെ നമ്മുടെ പ്രഭാഷണത്തിൽ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ബഹ്റൈനിൽ ചെന്നപ്പോൾ
മുമ്പ് സഊദിയിൽ ചെന്നപ്പോൾ, അതിനു മുമ്പ് ദുബൈയിൽ ചെന്നപ്പോഴെല്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ ആ പ്രസംഗത്തിന്റെ ക്ലിപ്പുമായി വന്നു. മദീനയിലെ നേതാവിനെ വിളിക്കാൻ പറ്റുമോ? ഹബീബിനോട് സല്ലാപം നടത്താൻ പറ്റുമോ? അതിന് മറുപടി പറയേണ്ടതല്ല. കാരണം ആത്മാവിന്റെ അർദ്ധഭാജനമല്ല, സകല ഭാജനമായ ഹബീബിനോട് ഒരാത്മസല്ലാപം നടത്തുന്നതിന് പ്രമാണം ചോദിക്കുന്നവന് ആത്മാവറിയില്ല, അവന് പ്രണയമറിയില്ല, പ്രേമമറിയില്ല, അനുരാഗമറിയില്ല, സ്നേഹമറിയില്ല, മാനുഷിക വിചാരങ്ങൾ അറിയില്ല. എന്നാൽ നമുക്കവർക്കൊന്നും മറുപടി പറഞ്ഞ സമയം കളയാനില്ല. ജസമൽ ജമീഉ ബിഅന്ന ഖൈറൽ അർളി മാ ഖദ് ഹാത ദാതുൽ മുസ്തഫ വഹവാ. എല്ലാ പണ്ഡിതന്മാരും തറപ്പിച്ചുറപ്പിച്ചു പറഞ്ഞതാണ് ബിഅന്ന ഖൈറൽ അർളി മാ, ഏറ്റവും പുണ്യമായ ഭൂമി ഖദ് ഹാത ദാതുൽ മുസ്തഫ വഹവാ, ഹബീബ് കിടക്കുന്ന സ്ഥലമാണ്. പുണ്യ നബിയുടെ ചുംബനമേറ്റ് കിടക്കുന്ന ഭൂമിയാണ് ആദരണീയമായ ഭൂമി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ മേനിയോട് ഉമ്മ കൊടുത്തുകൊണ്ട് കിടക്കുന്ന സ്ഥലമാണ്. ونعم لقد صدقوا لساكنها علت كالنفس حين زكت زكى مأواها. ഹബീബിന്റെ മേനിയും അത് ചുംബനം കൊടുക്കുന്ന ഭൂമിയും അതിന്റെ ചുറ്റുവട്ടമുള്ള വാസികളുമാണ് ലോകത്തെ ഏറ്റവും പുണ്യവാന്മാരും മഹാത്മാക്കളുമെന്ന് പണ്ഡിതന്മാരെ സമ്മതം പറയുമ്പോൾ ലോകത്തിന്റെ നേതാവിന്റെ മദീന നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ. ഹബീബിന്റെ വീട് ലോകത്തെ وطيبا के सरवर पे बेहद दुरूद. ആ മദീനക്കാണ് ലക്ഷോപലക്ഷം സലാം. മദീനയിലെ രാജാവിനാണ് കൊറോറോൻ സലാം, കോടിക്കണക്കിന് സലാം. ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്ര ഭൂമിയിലെ ചരണങ്ങളാണ് ലോകോത്തരമായ വിപ്ലവത്തിന് വഴിമരുന്നിട്ടത്. പോസിറ്റീവ് വിപ്ലവങ്ങളുടെ മുഴുവനും തലസ്ഥാനം അവിടെയാണ്. നമുക്ക് കടന്നു വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മദീനയിലേക്ക് വന്നു. മദീനയുടെ മഹാത്മ്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ നമ്മുടെ വിഷയ പരമ്പര തുടരാൻ കഴിയില്ല. അത് സ്വതന്ത്രമായി പറഞ്ഞ സീഡികൾ നിങ്ങൾ കേൾക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്പൊ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വെള്ളിയാഴ്ച ദിവസം ജുമുഅ നടത്താൻ പോവുകയാണ്. തിങ്കളാഴ്ച എത്തിയ ഹബീബ് വിശ്രമിക്കാൻ നേരമില്ല. ഇനി ആളുകൾ വരട്ടെ എന്ന് കാത്തു നിൽക്കാനുള്ള സമയമില്ല. ഒരു ഇസ്ലാമിക പ്രവർത്തകന് നൽകുന്ന ചിട്ടയാണത്. ദീർഘയാത്ര കഴിഞ്ഞ് ഒരുപാട് കാലത്തെ യാതന കഴിഞ്ഞു വന്ന ലീഡറാണ്. ഇനി കുറച്ചു കാലം ഒന്ന് റെസ്റ്റ് എടുക്കാനുണ്ടോ? ഹബീബിന് ഇല്ല. കാരണം ഹബീബ് ലോകം മുഴുവനും തമസ്സിൽ നിന്ന് ജ്യോതിസിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, കാളരാത്രിയിൽ നിന്ന് കാരുണ്യത്തിന്റെ കരസ്പർശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്ന നേതാവാണ്. വിശ്രമിക്കുവാൻ നേരമില്ല. അവ്വലു ജുമുഅത്തിൻ സ്വല്ലഹാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖുബാ, ഖുബാ പള്ളിയുടെ ചാരത്ത് വെച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് ആദ്യത്തെ ജുമുഅ നിസ്കരിക്കാൻ പോവുകയാണ് മദീനയിൽ. അതിനു മുമ്പ് മദീനക്കാര് ജുമുഅ തുടങ്ങിയിട്ടുണ്ട്. മക്കത്ത് ജുമുഅ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ ജുമുഅ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയ ആളാരാണ്? അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അവ്വലു മൻ ഖാമൽ ജുമുഅത ബിൽ മദീന വഅവ്വലു മൻ ദുഫിന ബിൽ ബഖീ. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ആണ്
അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു തആല അൻഹു ആദ്യമായി ജുമുഅ നടപ്പിലാക്കി മദീനയിൽ. പിന്നീട് പെട്ടെന്ന് തന്നെ വഫാത്തായി. അതിലേക്ക് നമ്മൾ വരുന്നതാണ്. അപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ജുമുഅയ്ക്ക് പോയാൽ ജുമുഅയുടെ വാങ്ക് കേൾക്കുമ്പോൾ ദആലി അസ്അദ് ബിൻ സുറാറ, അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യും. അപ്പൊ പ്രായമേറെയായി, കണ്ണ് കാണാൻ വയ്യാത്ത സമയത്ത് മകൻ പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോഴും അതാ ജുമുഅയുടെ വാങ്ക് കേൾക്കുമ്പോൾ അസ്അദ് ബിൻ സുറാറ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അപ്പോൾ കഅബ് ബിൻ മാലിക് തങ്ങളോട് മകൻ ചോദിച്ചു, ഉപ്പാ, എല്ലാ വെള്ളിയാഴ്ചയും ജുമുഅയുടെ വാങ്ക് കേൾക്കുമ്പോൾ അസ്അദ് തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എന്തിനാണ്? അപ്പോൾ പറഞ്ഞു, മോനെ, അവ്വലു മൻ ഖാമൽ ജുമുഅത ബിൽ മദീന സയ്യിദ് സുമൂദിയുടെ വഫാ, ഇമാം ഇബ്നു ഹിഷാം, ഇമാം അൽ ഹലബി, ഇമാം യൂസുഫ് സാലിഹ് ഹിഷാമി എല്ലാവരും നിവേദനം ചെയ്തത് കാണാം. ആദ്യമായി പള്ളിയിൽ ജുമുഅ തുടങ്ങി തന്നയാളോടുള്ള കടപ്പാടാണ്. അതാണ് മുഅ്മിനീങ്ങളുടെ സ്വഭാവം. നല്ല മുഹൂർത്തങ്ങളെ ഓർക്കുകയും നല്ലവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ, സൽക്കർമ്മങ്ങൾ ചെയ്തു പോയ മഹാന്മാരെ അനുസ്മരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ വന്ന് ജുമുഅ തുടങ്ങിയിട്ട് അവിടുന്ന് നിർവഹിച്ച ഖുതുബ ഏതാണ്? അമ്മാ ബഅദ് അയ്യുഹന്നാസ് ഫഖദ്ദിമൂ ലിഅൻഫുസികും തഅലമുന്ന والله أحدكم ثم ليدعن غنمه ليس لها راع ثم ليقولن له ربه وليس له ترجمان ولا حاجب يحجبه دونه ألم يأتك رسولي فبلغك وآتيتك مالا وأفضلت عليك فما قدمت لنفسك فلينظرن يمينا وشمالا فلا يرى شيئا ثم لينظرن قدامه فلا يرى غير جهنم فمن استطاع أن يقي وجهه من النار ولو بشق من تمرة فليفعل ومن لم يجد فبكلمة طيبة فإن بها تجزى الحسنة 10 أمثالها إلى 700 ضعف والسلام عليكم ورحمة الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുമുഅ ഖുതുബയാണ്. എത്ര ലളിതമായ വാചകം! ആധുനിക ലോകത്തും ഉദ്ധരിക്കാൻ പറ്റുന്ന വരിഷ്ഠ മൂല്യങ്ങൾ. അള്ളാഹുവിനെ സ്തുതിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. നാളെ അള്ളാഹുവിനോടൊരു പരിഭാഷകൻ പോലും ഇല്ലാതെ അള്ളാഹുവിന്റെ വിചാരണ നേരിടേണ്ടി വരുന്നൊരു കാലമുണ്ട്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാ രക്ഷപ്പെടൂല. മുമ്പിൽ നരകമാണ്. വിജയിക്കാൻ സൽക്കർമ്മമുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരീത്തപ്പനയുടെ ചീള് കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുമെങ്കിൽ നരകമോചനം നേടിക്കോ. അങ്ങനെ സംഭാവന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒരു നല്ല വാചകമെങ്കിലും നിങ്ങൾ ചെലവഴിച്ചോ. സൽക്കർമ്മങ്ങൾക്ക് 10 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്നതാണ്. 700 വരെ അത് അധികരിക്കുന്നതുമാണ്. അടുത്ത ഒരു വെള്ളിയാഴ്ച ഹബീബ് ഖുതുബ നടത്തി. ഇന്നൽ ഹംദലില്ലാഹ് അഹ്മദുഹു വഅസ്തഈനുഹു നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു
وأشهد أن لا إله إلا الله وحده لا شريك له إن أحسن الحديث كتاب الله تبارك وعلا قد أفلح من زينه الله في قلبه وأدخله في الإسلام بعد الكفر واختاره على ما سواه من أحاديث الناس إنه أحسن الحديث وأبلغه أحبوا من أحبه الله أحب الله من قلوبكم ولا تملوا كلام الله وذكرا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലളിതമായ മറ്റൊരു ഖുതുബയാണ്. പ്രൗഢമായ ഒരു ആമുഖത്തിന് ശേഷം പറയുകയാണ്, ഖൽബിൽ അല്ലാഹുവിനെ കുറിച്ച് നല്ല ഭാവമുള്ളവൻ വിജയിച്ചു, കുഫറിൽ നിന്ന് രക്ഷപ്പെട്ട് ഈമാനിലേക്ക് വന്നവൻ വിജയിയായി. ഏതെങ്കിലുമൊക്കെ വാറോലകളുടെ പിന്നിൽ പോകാതെ ഖുർആനിനെ ഏറ്റെടുത്തവൻ രക്ഷപ്പെട്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അവിടുത്തെ ഖുതുബയുടെ അവസാനം ഇങ്ങനെയാണ്, വലാ തുശ്രിക് ഫഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ വത്തഖൂഹു ഹഖ്ക തുഖാതിഹി വത്തഖുല്ലാഹ സ്വാലിഹ മാ തഖൂലൂന ബിഅഫ്വാഹികും വതഹാബ്ബൂ ബിറൂഹില്ലാഹി ബൈനകും ഇന്നല്ലാഹ യഗ്ളബു അൻ യുൻകസ അഹ്ദു വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവനും മാതൃകായോഗ്യമായ നിയമസംഹിതകളുടെ പ്രഖ്യാപനം നടത്തിയ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമുഅ നിർവഹിച്ചു. അത് കഴിഞ്ഞപ്പോൾ നാട്ടിൽ ജൂതന്മാരുണ്ട്, ഔസുകാരുണ്ട്, ഖസറജ് എന്നീ രണ്ട് ഗോത്രങ്ങളുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ ഒരു ഉടമ്പടിയുണ്ട്. മദീനക്കാരായ മുഴുവൻ ആളുകളും പാലിക്കേണ്ട നിയമങ്ങൾ, മദീനയിലെ വിശ്വാസികൾ പാലിക്കേണ്ട നിയമങ്ങൾ, ജൂതന്മാര് പാലിക്കേണ്ട നിയമങ്ങൾ, അമുസ്ലിമീങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ, അങ്ങനെ വൺ ബൈ വണ്ണായി വർഗീകരിച്ച് വ്യക്തമായി നിയമവ്യവസ്ഥിതി ഉണ്ടാക്കി പ്രഖ്യാപിച്ചു ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പ്രയാമ്പിളിൽ കാണാം, ഇവിടെയുള്ള എല്ലാ മതക്കാർക്കും ഈ രാജ്യത്ത് ജീവിക്കുക എന്ന വിഷയത്തിൽ തുല്യാവകാശം. ഇന്ന് എന്റെ ഉടമ്പടി പറയാനുള്ള ദിവസം അല്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല, നാളെ ഇൻഷാ അല്ലാഹ് പറയും. മുസ്ലിംകളോട്, ജൂതരോട്, മറ്റുള്ള മതക്കാരോട് അങ്ങനെ കൃത്യമായി ടൈറ്റിൽ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആധുനിക ലോകത്തെ രാഷ്ട്ര സംവിധാനങ്ങളോടും രാഷ്ട്രീയ വ്യവസ്ഥിതികളോടും ഭരണാധികാരികളോടും എടുത്തു പറയാവുന്ന വിധത്തിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ, പ്രതിപക്ഷത്തിന് അവകാശം നിഷേധിക്കപ്പെടാതിരിക്കാൻ, ആരെങ്കിലും ശാന്തി തേടി വരുന്നവർക്ക് നിർഭയത്വം നൽകുന്നതിന്റെ വ്യവസ്ഥിതി, ആരുടെയെങ്കിലും വീട്ടിൽ കയറിയിട്ട് അഭയം തേടിയാൽ നൽകേണ്ട വ്യവസ്ഥിതി, പുറം രാജ്യത്ത് നിന്ന് ഒരാൾ വന്നാൽ അയാളെ രഹസ്യമായി താമസിപ്പിച്ചുകൂടാ തുടങ്ങിയുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് ലോകോത്തരമായ ഉടമ്പടിയുടെ പ്രഖ്യാപനം ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുകയാണ്. അപ്പൊ ഹബീബിന്റെ പ്രയാണം മദീനയിലെ ഓരോ ചരണങ്ങളിലേക്ക് കടക്കുന്നു. വെള്ളിയാഴ്ചത്തെ ദുമാ നിസ്കാരം കഴിഞ്ഞു. ഇനി അടങ്ങിയിരിക്കാനല്ല, കൂടിയാലോചനയാണ്. ഇനി ഇവിടെ നല്ല ഒരു ഗ്രാൻഡ് മോസ്ക് വരണം, നല്ല ഒരു പള്ളി വരണം. അതിനു വേണ്ടിയുള്ള ആലോചനയിലേക്കാണ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ സാന്നിധ്യം കൊണ്ട് മദീന പുളകമണിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തഖദ്ദമ അന്ന നാഖതഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബറകത ഇൻദ ബാബി മസ്ജിദി. ഇന്നത്തെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്തെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം മുട്ടുകുത്തിയിരുന്നല്ലോ. ഇനി അവിടേക്കുള്ള പുനരാലോചന വരികയാണ്. ഹാദൽ മൻസിൽ ഇൻഷാ അല്ലാഹ് റബ്ബി അൻസിൽനി മുൻസലം മുബാറകൻ വഅൻത ഖൈറുൽ മുൻസിലീൻ. മദീനയിലേക്ക് വന്നപ്പോ ആദ്യം ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയില്ലെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. ആ സ്ഥലത്ത് ഈത്തപ്പഴം ഉണങ്ങാനിടുന്ന സ്ഥലമാണ്.
പഴയ ഈത്തപ്പനയുടെ കുറ്റികളിലുണ്ട്. അതുപോലെ തന്നെ ചില വേസ്റ്റുകളും ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് കുറെ മുൻഗാമികളുടെ മറമാടിയിരുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാം വൃത്തിയാക്കാൻ ഹബീബ് തീരുമാനിച്ചു. സഹല് സുഹൈല് എന്നീ 2 യതീം മക്കളുടെ സ്വത്താണത്. ബനു നജ്ജാർ ഗോത്രക്കാരായ ആളുകളാണ്. ആ 2 യതീം മക്കളുടെ സ്വത്താണ് ആ സ്ഥലം. അവിടെ പള്ളി പണിയാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിക്കുമ്പോ ഹബീബിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ സ്ഥലത്തിന് പൈസ വേണ്ട നബിയേ, ഫ്രീ ആയിട്ട് തന്നേക്കാം, തങ്ങൾ അവിടെ പള്ളി പണിതോളൂ. ആപ്കോ ബഖ്ശാ ഖുദാനെ ഐസ ഇർഫാനെ ഖീൻ हुक्म रब से हट के एक लम्हा कभी गुजरा नहीं। रात के पिछले पहर रात थी सजदे में, अब्द मअबूद के रिश्ते पे की हुज्जते तमाम। നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ സാന്നിധ്യത്തിൽ നിന്ന് പള്ളി പണിയാനുള്ള ഇടം നിർണയിച്ചു കഴിഞ്ഞപ്പോ അനാഥരായ മക്കള് പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ വേണ്ട, അതുകൊണ്ട് ഹബീബായ നബിയേ തങ്ങൾ ഇവിടെ പള്ളി പണിതോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഔദാര്യമായി ആവശ്യമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സംഖ്യ കൊടുത്തു. എന്നിട്ട് പള്ളി പണിയാൻ തീരുമാനിച്ചപ്പോൾ ചെറിയ അന്നത്തെ നിർമ്മാണ കലയല്ലേ ഉണ്ടാവുകയുള്ളൂ. ചളി കൊണ്ടുണ്ടാക്കിയ ഇഷ്ടിക കൊണ്ടുവന്ന് ആദ്യം അവിടെയെല്ലാം ചെറുപ്പക്കാരായ ആളുകൾ ഇറങ്ങി വൃത്തിയാക്കി അവിടെയുള്ള വേസ്റ്റുകളെല്ലാം ഒഴിവാക്കി. അവിടെയുള്ള വെള്ളമൊക്കെ വെട്ടിച്ചാലാക്കി ഒഴിവാക്കി കളഞ്ഞു. പഴയ ഖബറിന്റെ അവശിഷ്ടങ്ങളെല്ലാം വൃത്തിയാക്കി. എന്നിട്ട് അതിൽ നിന്ന് കുഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം നേരെയാക്കി. അവിടെ നിന്നുള്ള മരങ്ങളെല്ലാം ഖിബിലയുടെ ഭാഗത്താക്കാൻ പറ്റുന്ന രൂപത്തിൽ ക്രമീകരിച്ചു. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളി പണിയാൻ തുടങ്ങിയപ്പോൾ വഅമില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഅ സ്വഹാബത്തി ഫീ ബിനാഇൽ മസ്ജിദ് ബിനഫ്സിഹിൽ കരീമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പണിയാൻ കൂടെ ഇറങ്ങി. കമാ ഫിസ് സ്വഹീഹി അന്നഹു തഫിഖ യൻഖുലു മഅഹും അല്ലബിന തർഗീബൻ ലഹും ഫിൽ അമൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കല്ല് ചുമന്നു കൊണ്ടുവന്നു, കട്ട എടുത്തു കൊണ്ടുവന്നു പള്ളി പണിയാൻ. അല്ലാഹുമ്മ ഇന്നൽ അജ്റാജിറൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. പാട്ടുപാടിക്കൊണ്ടിരുന്നു സ്വഹാബികൾ പള്ളി പണിയുന്ന സമയത്ത് നേരം പോക്ക് കിട്ടാൻ. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുമ്മ ഇന്നൽ അജ്റാജിറൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. അല്ലാഹുവിന്റെ അടുക്കലാണ് കൂലി കിട്ടുന്നത്. അൻസ്വാറുകളും മുഹാജിറുകളുമായ ആളുകൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ എന്നർത്ഥമുള്ള നിലക്ക് പ്രാർത്ഥനാ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു റവാഹയിൽ നിന്ന് നിവേദനം. സുഹരി ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂൽ അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫർഹമിൽ മുഹാജിരീന വൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ദുആ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടോ ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫവളഅ റിദാഅഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്ന് തട്ടം മടക്കിയിട്ട് ഇങ്ങനെ കല്ല് ചുമക്കാൻ വേണ്ടി വെച്ചു. ഫലമ്മാ റഅ ദാലികൽ മുഹാജിറൂനൽ അവ്വലൂൻ. ഇത് കണ്ടപ്പോ മുഹാജിറുകളായ ആളുകൾ ഇറങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ലഇൻ ഖഅദ്നാ വന്നബിയ്യു യഅമലു ദാക ഇദല്ലൽ അമലുൽ മുദല്ലലു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി അധ്വാനിക്കുമ്പോ
നമ്മൾ പണിയെടുക്കാതിരുന്നാൽ, നമ്മൾ ജോലി ചെയ്യാതിരുന്നാൽ അത് വളരെ മോശമായ പണിയായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി പണിയുകയാണ്, അതിന് ചുമട്ടുവേല എടുക്കുകയാണ്. നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റൂല. പക്ഷേ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു ആരാണ്? സബ്റൻ ആല യാസിർ, ഓ യാസിർ കുടുംബമേ ക്ഷമിക്കണം. മൗഇദകുമുൽ ജന്ന, സ്വർഗം നിങ്ങൾക്ക് കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടാനുയായിയായ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അമ്മാർ സ്വഹാബികളോടൊപ്പം നിന്ന് ജോലി ചെയ്യുകയാണ്. ആ കൂട്ടത്തിലുണ്ട് ഒരു സ്വഹാബി, വലിയ പണിയെടുത്തൊന്നും പരിചയമില്ലാത്ത സ്വഹാബിയാണ്. ഒരു കല്ലെടുക്കും, ആ കല്ലിന്റെ പൊടി കുപ്പായത്തിലാകുമ്പോ അത് തട്ടിക്കൊണ്ട് നിൽക്കും. അടുത്ത കല്ലെടുക്കും, അതിന്റെ പൊടി തട്ടുന്നുണ്ടേ ആ പൊടിയും തട്ടി നിൽക്കും. അപ്പോൾ അതാ ഒരാൾ പാടുകയാണ്, ലാ യസ്തവീ മൻ യഅ്മിറുൽ മസാജിദ യദ്അബു ഫീഹാ ഖായിമൻ വഖാഇദ വമൻ യുറാനിൽ ഗുബാരി ഹായിദാ. ഇങ്ങനെ പൊടിയും തട്ടി നിന്ന പള്ളിയുടെ പണി നടക്കൂല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പള്ളി പണിയുന്നവരും പൊടിയും ചെളിയൊക്കെ നോക്കി നിൽക്കുന്നവരും ഒരുപോലെ ആവൂല എന്ന് രസമുള്ള പാട്ട് ഇടയിലൂടെ സ്വഹാബത്ത് വിടുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഒരുമിച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം നടക്കുന്നു. അപ്പോഴാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു വരികയാണ്. മക്കയിൽ നിന്ന് പരിചയമുണ്ട് ഹബീബിനെ, സ്നേഹമേ ഹബീബിന് നൽകിയിട്ട് പരിചയമുള്ളൂ അമ്മാറിന്. ഇരപകലുകളിൽ ഹബീബിന്റെ നടപടികൾ അറിയുന്ന മഹാനായ അനുയായിയാണ്. ഹബീബിന്റെ ലക്ഷ്യം എവിടേക്കെന്ന് കൃത്യമായി അറിയുന്ന ആളാണ്. ആ ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു സ്വഹാബികളോടൊപ്പം നിന്നുകൊണ്ട് കല്ല് ചുമക്കുകയാണ്. وعمار يحمل لبنتين, അമ്മാർ റളിയല്ലാഹു അൻഹു രണ്ട് കല്ലാണ് ഒരു സമയത്ത് എടുക്കുന്നത്. ലബിനത്തുൻ അൻഹു വലബിനതൻ അൻഹു വലബിനതൻ അൻ റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കല്ലെടുത്തു കൊണ്ടുപോകുന്നത് സഹിക്കാനാവാത്ത അമ്മാർ ഇബ്നു യാസിർ പറഞ്ഞു, അല്ലയോ ഹബീബേ, അവിടുന്ന് കല്ല് ചുമക്കണ്ട നബിയേ, തങ്ങൾക്ക് വേണ്ടിയുള്ള വിഹിതവും ഞാൻ എടുത്തുകൊള്ളാം. അങ്ങനെ സ്വഹാബികളെല്ലാം ഓരോ കല്ല് ചുമന്നപ്പോ രണ്ട് കല്ല് ചുമക്കുകയാണ്. ഫമസഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹറഹു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തൊന്ന് തടകി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യബ്ന സുമയ്യ, ഓ സുമയ്യയുടെ മോനെ, ഓ മോനെ, ലിന്നാസി അജ്റുൻ വലക അജ്റാൻ, ജനങ്ങൾക്ക് മുഴുവനും ഒരു പ്രതിഫലമാണെങ്കിൽ അല്ലയോ അമ്മാറേ, നിങ്ങൾക്ക് രണ്ട് പ്രതിഫലമാണ്. വാഖിറു സാദിക ശർബത്തും മിൻ ലബൻ, അവസാനത്തെ ഭക്ഷണം ഒരു കപ്പ് പാലാണ്. വതഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ തദ്ഉഹും ഇലൽ ജന്ന വയദ്ഊനക ഇലൻ നാർ. അല്ലയോ പ്രിയപ്പെട്ട അമ്മാറേ, ഇപ്പോഴീ പള്ളി നിർമ്മാണത്തിന്റെ വളരെ കഷ്ടപ്പെട്ട ഇടവഴിയിലൂടെ എനിക്ക് വേണ്ടി കൂടി ഒരു കല്ല് തോളിൽ ചുമന്നുകൊണ്ട് ഒരാൾക്ക് പകരം രണ്ടാളുടെ ജോലി ചെയ്യുന്ന അമ്മാറേ, ഫലക അജ്റാനി വലിന്നാസി അജ്റുൻ, ജനങ്ങൾക്ക് മുഴുവനും ഒരു പ്രതിഫലം കിട്ടുമ്പോ അമ്മാറിന് രണ്ട് പ്രതിഫലമാണ്. ഒന്നുകൂടി പറയട്ടെ, അവസാനമായി തരാനുള്ളത് ഒരു കോപ്പ പാലാണ്. വതഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയതു തദ്ഉഹും മിനൽ ജന്ന വയദ്ഊനക ഇലൻ നാർ. ഓ
അമ്മാറേ, നാളെ സത്യത്തിനു വേണ്ടി നിലകൊണ്ട് തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പടഹധ്വനി മുഴക്കി ഇറങ്ങുമ്പോ നരകത്തിലേക്ക് വിളിക്കുന്ന ഇസ്ലാമിന്റെ വിരോധികളെ കൊണ്ട് വധിക്കപ്പെടുമല്ലോ അമ്മാർ. അനുരാഗത്തിന്റെ ആത്മലീലകളെ അടക്കം പറഞ്ഞ് ചുംബനം കൊടുക്കുമ്പോഴും പരിണിതിയുടെ വസന്തം എന്താണെന്നും സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണെന്നും കാലേ കൂട്ടി അറിയിച്ചു കൊടുക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ോടുള്ള അനുരാഗമാണ് വിജയത്തിന്റെ മുഴുവനും നിദാനം. ദർമിയാ ജബ് ആഗേ മെഹബൂബ് റബ്ബിൽ ആലമീൻ, അബ്ദ് കേ മഅബൂദ് സേ സബ് റാബിതെ റോഷൻ ഹുയേ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോഴാണ് അടിമകൾക്ക് മുഴുവനും ഉടമയുടെ പ്രഭാതം ലഭിച്ച് മോചനത്തിന്റെ മലർവാടിയിലേക്ക് മാടി വിളിക്കുന്ന മരതകങ്ങളായി മാറിയത്. ഹബീബിന്റെ ആഗമനമാണ്. നാത്ത് പഡ്കർ ജബ് മദീനെ കി തറഫ് ഉഡ്ഹേ ഖദം, जो न थे रोशन वो सारे रास्ते रोशन हुए. नात पढ़कर जब मदीने की तरफ, ഹബീബിന്റെ പ്രകീർത്തനം ചൊല്ലിയിട്ട് ആരെങ്കിലും മദീനയുടെ വഴിയിലേക്ക് കാലെടുത്തു വെച്ചാൽ ജോനത്തെ റോഷൻ ഹോ സാരെ രാസ്തേ റോഷൻ ഹേഗേ, കടന്നു പോകുന്ന വഴികളാകമാനം പ്രകാശപൂരിതമാണ്. അങ്ങനെയുള്ള ലോകത്തിന്റെ നേതാവിന്റെ അടുക്കള രഹസ്യങ്ങളെയും അരമന സ്വകാര്യതകളെയും അതീവ സ്വകാര്യതകളെയും അടുത്തറിയുന്ന ലോകത്തിന്റെ നേതാവിന്റെ സന്തത സഹചാരികളിൽ ഒരാളായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഓ അമ്മാറേ, നാളെ ഇസ്ലാമിന്റെ വിരോധികൾ വധിച്ചു കളയും കേട്ടോ. അപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു പറയാണ്, അഊദു ബില്ലാഹി മിനൽ ഫിതൻ, അല്ലാഹുവിൽ നിന്ന് ഞാൻ കാവലിനെ ചോദിക്കുകയാണ് എല്ലാ ഫിത്നകളും. സ്വഹാബികൾ അവരുടെ വിയർപ്പൊലിപ്പിച്ച് അധ്വാനിച്ചുകൊണ്ട് പള്ളിയുടെ നിർമ്മാണം നടത്തുകയാണ്. റവാഹു അബൂ യഅ്ലാ ബിരിജാലി സ്വഹീഹ്, അതാ ഇമാം അബൂ യഅ്ലയുടെ നിവേദനമാണ്. ലമ്മാ അസ്സസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദൽ മദീന ജാഅ ബിഹജറിൻ ഫവളഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവി പണിയാൻ വേണ്ടി ആദ്യം ശിലാസ്ഥാപനം നടത്തി. വജാഅ അബൂബക്കറിൻ ബിഹജറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുത്ത കല്ല് കൊണ്ടുവന്നു. ഫവളഅഹു, അതിനോട് ചേർത്തു വെച്ചു. വജാഅ ഉമർ ബിഹജറിൻ ഫവളഅഹു, ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ശിലാസ്ഥാപനം നടത്തി. വജാഅ ഉസ്മാൻ ബിഹജറിൻ ഫവളഅഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് ശിലാസ്ഥാപനം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിൽക്കാലത്ത് ചോദിച്ചു ഇതിനെക്കുറിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ അംറുൽ ഖിലാഫത്തി മിൻ ബഅദി, എനിക്ക് ശേഷമുള്ള ഖിലാഫത്തിന്റെ ക്രമീകരണമാണിത്. ഓരോരുത്തർക്ക് ശേഷം ആരൊക്കെയാണ് ഖലീഫമാരാകുന്നത് എന്നതിന്റെ സൂചനയാണ്. തൽഖ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യബ്നുൽ മസ്ജിദ് والمسلمون يعملون فيه معه وكنت صاحب علاج وخلط طين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി പണിയുന്ന സമയത്ത് തൽഖ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറയായിരുന്നു, ഞാനായിരുന്നു അന്ന് സിമന്റ് കൂട്ടുന്ന ആള്, അഥവാ ചളിയൊക്കെ കുഴച്ചിട്ട് പാകമാക്കിയിട്ട് പടവ് നടത്താൻ കൊടുക്കുന്ന ആള് ഞാനായിരുന്നു. വകാന യഖൂലു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയായിരുന്നു, ഖർരിബുൽ യമാമിയ മിൻ തീൻ, അതാ നിങ്ങൾ പെട്ടെന്ന് ഈ സിമന്റും കല്ലും ഒക്കെ എടുത്തു കൊടുക്കാൻ പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പ്രചോദനം നൽകി.
അവസാനം 4 കെട്ട് അരവരെയുള്ള മൺകട്ട കൊണ്ടുള്ള കെട്ട് കെട്ടി, മേൽക്കൂരയില്ല. ഒരു മിഹ്റാബ് പോലെയുള്ള സ്ഥലവും കെട്ടി വളച്ചെടുത്തു. അതായിരുന്നു ആദ്യത്തെ മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കെട്ടി പാകപ്പെടുത്തിയപ്പോൾ അതുപോലെ തന്നെയുള്ള ചെറിയ 2-3 വളവുകൾ കെട്ടിയെടുത്തു. എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ താമസിപ്പിക്കാൻ. പള്ളിയോട് ചേർന്നു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മാണം നടത്തിയ പള്ളിയോട് ചേർന്ന് പ്രിയപ്പെട്ട പത്നിമാർ, മഹദിമാർക്ക് താമസിക്കാനുള്ള വീട്, അസ്മാ റളിയല്ലാഹു അൻഹയുടെ വീട്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്, മഹദിമാരുടെ വീടും ഇതുപോലെ തന്നെ മൺകട്ട കൊണ്ടും ഈത്തപ്പന മടൽ കൊണ്ടും കെട്ടിപ്പാകപ്പെടുത്തി. പിൽക്കാലത്ത് അതിനെക്കുറിച്ച് മഹാന്മാര് പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു യസീദ് അൽ ഹുദലി രേഖപ്പെടുത്തുകയാണ്, റഅയ്തു ബുയൂത അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഹദമഹാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബിഅംരിൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക്. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൽപ്പന പ്രകാരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആ വീടുകൾ പൊളിച്ചു മാറ്റുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. കാനത്ത് ബുയൂതം മിനൽ ലബനി, അത് നല്ല മണ്ണിന്റെ ഇഷ്ടിക കൊണ്ടുള്ള വീടുകളായിരുന്നു. എന്നിട്ട് അതിന്റെ മേലെ നല്ല ഈത്തപ്പനയുടെ മടൽ കൊണ്ടുണ്ടാക്കിയിരുന്നു. മുറികളടക്കമുള്ള 9 വീടുകൾ ഞാൻ അവിടെ എണ്ണിയിട്ടുണ്ട്. അന്ന് അസ്മാ ബിൻത് ഹസൻ എന്നവരുടെ വീട് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്കുള്ള വാതിലിന്റെയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെയും ഇടയിലായിരുന്നു ഈ കാണുന്ന വീടുകളെല്ലാം. ബഹുമാനപ്പെട്ട മുആദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറയുകയാണ്, സമയത്തു അതാ അൽ ഖുറാസാനി ഫി മജ്ലിസിൻ ഫി ഉംറാൻ ഇബ്നു അബി അനസ് യഖൂൽ വഹുവ ഫീമാ ബൈന അൽ ഖബർ അൽ ശരീഫ് വൽ മിൻബർ അൽ മുനീഫ് അദറക്തു ഹുജറ അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീടിന്റെ വിശേഷണങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഫമാ റഅയ്തു യൗമൻ കാന അക്സറ ബാക്കിയം മിൻ ദാലികൽ യൗം. ആ വീടുകൾ നീക്കി മാറ്റം ചെയ്യുന്ന അന്നത്തെ അത്രയും ഞാൻ വേറെ കരഞ്ഞിട്ടില്ല. ഖാല അതാഉൻ, അതാ എന്നവർ പറയുകയാണ്, ഫസമിഅതു സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു യഖൂൽ. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. മഹാനവറുകൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, വല്ലാഹി ലവദിത്തു അന്നഹും തറകൂഹാ അലാ ഹാലിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീട് അതേ അവസ്ഥയിൽ തന്നെ അവിടെ നിർത്തിയിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്തിനാണ്? വയഖദമൽ ഖാദിമു മിനൽ ആഫാഖി ഫയറാ മത്തഫാ ബിഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹയാതിഹി. ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച വീടിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കാൻ നന്നാകുമായിരുന്നു, അത് മതിയാകുമായിരുന്നു. മിമ്മാ യുസഖിദുന്നാസ ഫിത്തഫാഖുരി വത്തകാസുർ. ജനങ്ങൾ ഇങ്ങനെ വലിയ കൊട്ടാരങ്ങളും വീടുകളും ഭവനങ്ങളും എല്ലാം ഉണ്ടാക്കുമ്പോ മദീനത്തേക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൊച്ചു കൊച്ചു വീടുകൾ കണ്ടിരുന്നെങ്കിൽ ഈമാനുള്ളവന്റെ മനസ്സിൽ ആലോചന വരുമായിരുന്നു, എന്റെ ഹബീബിന്റെ വീട് ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് വലിയ കൊട്ടാരം വേണമോ എന്ന് ചിന്തിക്കാൻ, ആത്മീയ വിചാരങ്ങൾ ഉണർത്താൻ അത് പറ്റുമായിരുന്നു എന്ന് സയ്യിദുത് താബിഈൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ